എല്ലാവർക്കും മധുവ്ളോഗ്സിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്നെൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ വീഡിയോ ഇടാൻ പറ്റില്ല, രാവിലെയൊക്കെ തീരെ വയ്യായിരുന്നു. ഞാൻ അഡ്മിറ്റായി വന്നുകൊണ്ട് എനിക്ക് വയ്യായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ഇടാൻ വിചാരിച്ചു. ഞാൻ കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേക്ക് മുറിക്കുന്നുണ്ട്, അതിൻ്റെ വീഡിയോ ആടും. പിന്നെ ഇവിടെ ഇത്തിരി സാധനങ്ങൾ സെറ്റാക്കാണ്ട്, പിന്നെ എൻ്റെ ഗിഫ്റ്റ് അൺബോക്സിങ് ഉണ്ട്. ഗൈസ്, എനിക്കിപ്പോൾ കിട്ടിയ ഗിഫ്റ്റ് ഞാൻ അൺബോക്സ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ കിട്ടിയതാ ആദ്യത്തെ ഗിഫ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഗിഫ്റ്റാണ്. എന്നാൽ ഗൈസ് ഇപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ ഗൈസ് എൻ്റെ കൂട്ടുകാരൻ അതുവഴി പോകുന്നുണ്ട്. തിരികെ കാണാൻ ആ ഒരു വീഡിയോ എടുക്കാൻ അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാൻ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് റിവ്യൂ ആണ്. ഫസ്റ്റത്തെ ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരാം. എൻ്റെ അഭിനവ് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ തന്ന ഗിഫ്റ്റാണ്. ഇതിനാണ് ഗിഫ്റ്റ് തന്നിരിക്കുന്നത്. പക്ഷെ അതിലത്തെ കാര്യം കണ്ടോ നിങ്ങൾ? ഇതാ ഇത്രയും അധികം ഗുസ്തി കാർഡാണ് അവനിക്ക് തന്നിരിക്കുന്നത്. ഇത്രയും അധികം. ഇതിൽ 200, 500, 700 ഗുസ്തി കാർഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എനിക്ക് അമ്മച്ചി എല്ലാത്തുണ്ട്. ആദ്യത്തെ ഗിഫ്റ്റ് ഇതായിരുന്നു. ഇതാണ് ആദ്യത്തെ ഗിഫ്റ്റ് ഗുസ്തി കാർഡാണ്. രണ്ടാമത്തെ ഗിഫ്റ്റ് എടുത്ത് വരെ രണ്ടാമത്തെ ഗിഫ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതാ അപ്പോൾ എനിക്കൊരു ഗുസ്തി കാർഡല്ല, ഇത് നരൂട്ടോ കാർഡാണ്. ഞാൻ കാണിച്ചു തരാം, പിന്നെ കാണിച്ചു തരാം. അടുത്ത ഗിഫ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഗിഫ്റ്റാണ്. ഒരു ലാമ്പാണ് കേട്ടോ. ഞാൻ ലൈറ്റ് കത്തിച്ച് കാണിച്ചു തരാം. ആദ്യത്തെ ലൈറ്റ്, പിന്നെ ഇതിലും ലൈറ്റ് ഉണ്ട്. സൂര്യ ഓഫ് ചെയ്ത് ഇതിലും ലൈറ്റ് ഉണ്ട്. ഇതിങ്ങനെയാണ് ഇതിലത്തെ ലൈറ്റ്. നല്ല രസമാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമുണ്ട്. അതിൻ്റെ ഒപ്പം ചാർജറും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ തന്ന ഗിഫ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിങ്ങനെ ഓടാക്കി. അപ്പോൾ ഇതാണ് കൂട്ടുകാർ, അവർ വാടിയാണ് കേസ്. അപ്പോൾ ഞാൻ കാണിച്ചിട്ട് നമുക്ക് ബാക്കി കേസ്. ഇതാണ് കൂട്ടുകാരൊക്കെ. അപ്പോൾ കൂട്ടുകാരുണ്ടല്ലോ, അവരുടെ പേര് എന്താണ് പേര് പറ? മാധവ് അല്ല ഗൈസ്, അഭിനവ് എന്നാണ് പേര്. എൻ്റെ പേരാണ് മാധവ്. വീണ്ടും കണ്ടവൻ ഇതൊന്നും ഇല്ലെന്ന് പറയാ ഗൈസ്. ഇതെന്തായാലും അപ്ലോഡ് ചെയ്യും ഗൈസ്. അങ്ങനെ ഞാനങ്ങനെ ക്രൂരമാണ് ഗൈസ്. തീർച്ചയായിട്ടും യൂട്യൂബ് ചാനലാണ്. എല്ലാവരും റിപ്പോർട്ട് അടിക്കേണ്ടത്. അതെ ഗൈസ്, എല്ലാവരും റിപ്പോർട്ട് അടിക്കുക. എനിക്കൊരു സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. സബ്സ്ക്രൈബ് ചെയ്യും ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ഇനി എൻ്റെ വേറെ കുട്ടികളെ ഞാൻ കാണിച്ചു തരാം. വിളിച്ചിട്ട് വാ ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ വരാം. ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഒപ്പം ഈ ചാർജറും ഉണ്ടായിരുന്നു. ഇതാ അതെ ഗൈസ്, ഷർട്ടൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ അതാണ് ഞാൻ വിട്ടേക്കുന്നത്. ഇവർ കാർഡ് തന്നിട്ട് വായിക്കണോ? വേണ്ടാന്നാണ് പറയുന്നത്. ഫസ്റ്റ് പ്രിയപ്പെട്ട വാദവുമില്ല, മറ്റേ അറിയില്ല. പാവണ്ട്. അടുത്ത മേമത്തെ ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഫസ്റ്റ് ഇതാ ഇതാണ് ഞാൻ വാങ്ങിച്ചത്. അടുത്ത അതേലോ ഷഹനാസ്. അപ്പൊ ഞാൻ പോരെ. അപ്പൊ ഇവിടെ സെറ്റ് ചെയ്യാൻ ഏത് നാനോയാ? അത് ഇല്ല, അത് കഴിഞ്ഞു. നമുക്ക് കൂടി ഇരിക്കാൻ കുറച്ച് നേരം. കേക്ക് വാങ്ങിച്ചിട്ട് എടി വൃത്തിയാണ് പറഞ്ഞ വീഡിയോയില്. നമുക്ക് കേക്ക് നോക്കാം. ആദ്യം നമ്മൾ മിഠായി നോക്കണേ. ഇത് ഫുഡാണ്. മിഠായി, ആൽഫബി, ഒരു മെലഡി ഉണ്ട്, കേക്ക് ഉണ്ട്. ഇതൊരു കേക്കില്ല, കേക്കില്ല. ഞാൻ അതിനുള്ളിലാണ് ഇതിനുള്ളിലും അതിൻ്റെ കേക്ക് കേറണേ. ഇതിങ്ങനെയല്ലടി ശ്രീകുട്ടി, അതിങ്ങനെയല്ല. ഹാപ്പി മേലെ ബർത്ത്ഡേ താഴെ വരണ്ടേ. അങ്ങനെയൊക്കെയാണ് ഗൈസ്. നമുക്ക് മേലേക്ക് നിൽക്കുക. മേലേക്ക് ഇത്ര നേരം നമുക്ക് ഇടിച്ച് കളിക്കാം. അത് നമുക്ക് കുറച്ച് ലാപ്പിൽ കളിച്ചാലോ? ലാപ്ടോപ്പ് എടുത്ത് കളിക്കാം. കാണാണ്ടോ? അവൾ സൈലം ക്ലാസ്സിലുണ്ടായിരുന്നു. ലാപ്പെടുക്കാം.
ഇങ്ങനെയാണ് പൃഥ്വി ബ്രദറിന്റെ സവിശേഷതകൾ. കമോൺ ഗൈസ്, ഇവിടെ മാഗ്നറ്റ് നമുക്കിതിലെന്തെങ്കിലുമൊക്കെ നോക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. നമുക്ക് തുടയ്ക്കാം. തുടക്കം വരുന്നു ഗൈസ്. ഗൈസ് രാവിലെ നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് പോയി വയ്യ, കുറച്ച് പ്രശ്നങ്ങളുണ്ട്. വയ്യ ഗൈസ്, നമുക്ക് മെല്ലെ എസ്കേപ്പ് ആവാം. ഓ ഹാപ്പി ബർത്ത്ഡേ. മാധവൻ കൂടി വേണമായിരുന്നു ഗൈസ്. എന്നാ പൊളിയാണ്, അപ്പോൾ ഇത് പൊളിയാണ്, പൊളിയാണ് ഗൈസ്. നമ്മൾ സെറ്റാക്കുന്നു. നമുക്ക് ബലൂൺ വീർപ്പിക്കാം. നമ്മൾ കുറച്ച് ബലൂൺ വീർപ്പിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടി ഉണ്ട്. ആ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ സാധനം മറന്നു ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ മാറ്റർ. ഇത് മതി ഗൈസ്, വേണ്ട. ഇന്ന് കളറാവും ഗൈസ്, ഇന്ന് കളറാവും. ഒരെണ്ണിട്ടുണ്ട്, ഒരെണ്ണം ഗൈസ് നമുക്കിനി മിഠായി കൊണ്ടു കൊടുക്കാം. വരൂ. അല്ല മാളൂരിന്നിട്ട് അമ്മേനെ കൊടുക്കാം. ഗൈസ് നമുക്ക് മിഠായി. അപ്പോൾ ഗൈസ് നമ്മൾ മിഠായി കൊടുക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ ബൈ. ഒരു മിനിറ്റ് ഗൈസ്, നമ്മൾ മിഠായി കൊടുക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ അങ്ങനെ. അപ്പോൾ നമ്മൾ നേരെ പോവാണ്. മിഠായി നാണമില്ല, അങ്ങനൊന്നുമില്ല. പിന്നെ കുടിക്കണ്ട വിചാരിച്ചിട്ടാണ് പോണത്. നാണമില്ല, എല്ലാവർക്കും ഇപ്പം എന്നെ ഇഷ്ടമാണ്, എല്ലാവരും കൊടുക്കും. അതിനൊരു പിശുക്കും ഞാൻ കാണിക്കില്ല, എല്ലാവർക്കും കൊടുക്കും. എൻ്റെ അമ്മമ്മ ആരും വന്നില്ല അവിടുന്ന്, വിഷമമുണ്ട് ആരും വരാത്തതുകൊണ്ട്. ഞാൻ ഇവിടെ ഒറ്റപ്പെട്ട സ്ഥലത്തിൽ ആദ്യമായിട്ടല്ല, ഞാൻ ബർത്ത്ഡേക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ മിഠായി കൊടുക്കാൻ പോണേ. ഫസ്റ്റ് ഈ വീട്ടിലാണ് മിഠായി കൊടുക്കാം. അവിടെ വീട്ടിൽ എന്തൊക്കെ സെറ്റാക്കുന്നുണ്ട് ബർത്ത്ഡേ ഫങ്ഷൻ്റെ. അത്ര വലിയ ഫങ്ഷൻ എന്തെങ്കിലും കേക്ക് മുറിക്കലോ പിന്നെ ഫുഡുണ്ട്. എൻ്റെ കൂട്ടുകാർ വരും. മിഠായി അവിടെ ഞാൻ മിഠായി കൊടുത്തിട്ട് വരാം. അപ്പോൾ ഈ നമ്മൾ നേരെ ഇവിടുന്ന് വിട്ടു. ഇവിടെ ഇട്ടുണ്ട്, ഇവിടെ കൊടുക്കണം. വാ അവിടെ പോവാം. ഇങ്ങനെ വെക്കണം. ഇവിടെ നല്ല വൃത്തിയുള്ള സ്ഥലമാണ്. അവിടെ ഇവിടെ അങ്ങനെ അവിടെ കൊടുക്കുന്നുണ്ട്. പോവാം. ശാന്തമ്മയുടെ വീട്ടിലാണ് നമ്മൾ. എനിക്ക് വിശ്വസിക്കാറില്ല ഇതിൻ്റെ ബർത്ത്ഡേ അത്. ഗൈസ് ഞാൻ കുറേ കാലം കാത്തിരുന്നിട്ടാണ് ഞാൻ ബർത്ത്ഡേ ആണേ. അപ്പം ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ മിഠായി കൊടുത്തിട്ട് വരാട്ടോ. ആൾക്കാർക്ക് മടിയാണതാ. മിഠായി കൊടുത്തിട്ട് വരാം. ഓക്കെ ബൈ. പിന്നെ അക്ഷരയുടെ വീട്ടിൽ കൂടി കൊടുക്കണം.
ഇവിടെ കൊടുത്ത് 1, പപ്പിനിമ്മോട് കൊടുത്ത് 2. ഇപ്പോൾ എവിടെയുള്ള അക്ഷരയുടെ വീട്ടിൽ 3 അവിടെയാണ്. ഇനി അങ്ങോട്ട് പോവാം. കരഞ്ഞൂടെ ഇവിടെ കൊടുക്കണമെന്ന്. പിന്നെ അക്ഷരയുടെ വീട്ടിൽ പിന്നെ തകട്ടിയാൽ മതി. ഇത്രേ ഉള്ളൂ. ഇവിടെ ആരുമില്ല. പക്ഷേ കണ്ട സമയം വീഡിയോത്തിൽ ലെങ്ത് ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ 23, ചിലപ്പോൾ 32 മിനിറ്റ്സ് ഉണ്ടാവും, ചിലപ്പോൾ 42 ഉണ്ടാവും. അതൊന്നും നമുക്ക് വരില്ല. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഹലോ, ബർത്ത്ഡേയാ റേസിൻ്റെ വീടിൻ്റെ ഹലോ പറ. ഹലോ ഹലോ പറ. എന്ത് ബാ എവിടെ എപ്പോഴാണ് കല്യാണം? എന്നാൽ കല്യാണത്തിന് പോയിക്കോട്ടാ. ഓണ പരീക്ഷ കഴിഞ്ഞിട്ടാണോ? ഒരു ഹൈഫൻ ചോദിക്കണ്ടോ? എന്ത് എന്ത് ഫോട്ടോ? ഇത് വീഡിയോ, അത് യൂട്യൂബിൽ വരും. ഓക്കെ, വരാട്ടാ. ബൈ ബൈ. അപ്പം ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. കുഴപ്പമില്ല. ഇവിടെ ഉണ്ട് കുട്ടീനെ കണ്ടിട്ട്. അതെൻ്റെ ഇപ്പം എന്തോ നടക്കാൻ ഞങ്ങൾ പണ്ടേ പരിചയമുള്ളൂ. നടന്നിട്ട് ഇവിടെ ഒരു വീടും കൂടി ഉണ്ട്. അവിടെയും കൂടി നിർത്തുന്നു. സെറ്റായി വീട് നിർത്തുന്നത്. പിന്നെ എടുക്കുന്നത് ഇവിടെ കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോവാണ് ഗായ്സ്. അവിടെയും കൂടി എടുക്കാം. എന്നിട്ട് നമുക്ക് നേരെ പോവാം. അപ്പം നമുക്ക് വീണ്ടും കൂടി കൊടുക്കാം. ഞാൻ ഇവിടെ കൊടുത്തിട്ട് വരാട്ടോ ഗൈസ്. ഞാൻ അവിടെ ഇറങ്ങി. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഇപ്പം ഞാൻ അവിടെ കൊടുത്തു എല്ലാം തോന്നി ഗൈസ്. എല്ലാവർക്കും ഇരിക്കേണ്ട മിഠായില്ലേ കുറേ ഉണ്ട്. നമുക്ക് അവിടെ പോയിട്ട് കേക്ക് ഞാൻ കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് കേക്ക് കുറയ്ക്കാം. എന്നിട്ട് ഫുഡ് കഴിക്കാം. എന്നിട്ട് കിടന്നുറങ്ങാം. പിന്നെ നാളെ എക്സാം ഉണ്ട്. എനിക്ക് വയ്യ. അങ്ങനെ ഞാൻ തളർന്നു. തലയൊക്കെ വെച്ചിട്ട് വയ്യ. ബലൂണൊക്കെ വിരിപ്പിക്കണപ്പോൾ അതിൻ്റെ ഒരു തലകറക്കം കൂടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ബലൂൺ വിരിപ്പിക്കാം. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ബലൂൺ വിരിപ്പിക്കാം. പൈസ നമുക്ക് അവിടെ കൊടുക്കാം. ഇവിടെ എൻ്റെ ട്യൂഷൻ്റെ അവിടെ കൂടി ഉണ്ട്. കൊടുത്തിട്ട് വരാം ഗൈസ്. എൻ്റെ വീടിൻ്റെ അപ്പുറത്താണ്. അപ്പോൾ അവർ ഗൈസ് എന്തൊക്കെ പറയുന്നുണ്ട്. മിഠായി എടുത്തിട്ട് എനിക്ക് പേടിയാവണം. പേടിയോ? അയ്യോ സോറി ഗൈസ്, പേടിയാവണമെന്നല്ല, എനിക്ക് വയ്യെന്ന് പറഞ്ഞാണ്. കാലിൻ്റെ കൂടെ മുറിയായിട്ട് നടക്കാൻ വന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വേണം. അപ്പോൾ ഇവിടെ കാറൊക്കെ ഉണ്ട്. ചേച്ചിയേ ചേച്ചി ഹലോ വീഡിയോ അല്ല സോറി മിഠായി. ഹലോ അയ്യോ ഹായ്. യൂട്യൂബിലിടാനാണോ? അപ്പോൾ യേശുവിൻ്റെ വീട്ടിലെത്തിയിട്ടാണോ? അപ്പോൾ യേശു കട്ട് ചെയ്യാതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്യൊന്നുമില്ല. ഞാൻ ഇതങ്ങോട്ട് ഇടും. എനിക്ക് തന്നെ എഡിക്കുന്നൊന്നും ഇഷ്ടമല്ല. നമ്മൾ നാച്ചുറലായി എടുക്കണം. ഇപ്പം അങ്ങനെ എടുത്തിട്ടും കാര്യമില്ല. നമ്മളുടെ സമയം പോലെ എഡിറ്റ് ചെയ്യാത്തോണ്ടാവും കളഞ്ഞ വീട് തൊട്ട് വീണ നൈസ്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഉള്ളിൽ എത്തിയിട്ടാണ് പൈസ. നമുക്ക് വെടിയും കൂടി ഒന്ന് മിഠായി കൊടുക്കണം. കൊടുത്തിട്ട് വരെ നമ്മുടെ എന്തായി നോക്കാൻ പോയിട്ട് ആയിക്കോ. എന്തായി? ഓ മൈ ഗോഡ്. അപ്പോൾ ഐസിന് കേക്ക് കുടിക്കും വേണം. ഐസിന് ഞാൻ കുളിക്കട്ടെ. ബൈ.
കുളിച്ചിട്ട് വരാം.